വെൽക്കം ടു ലുലു സ്പൈസി കുക്ക്. ഇന്ന് നമുക്ക് നമ്മുടെ വീടിൻ്റെ അടുത്തൊക്കെ കാണുന്ന ചായക്കടയുള്ള തനി നാടൻ ഡിഷിലെ പഴംപൊരി ഒന്ന് ഉണ്ടാക്കിയെടുക്കാം. ഇത് വീട്ടിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് നമുക്ക് പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി ഉണ്ടാക്കാം. അപ്പം ഇതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കാം. ഇതിലേക്ക് ഞാനിപ്പം 2 വലിയ പഴം നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ മീഡിയം സൈസിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് വേണ്ട ബാറ്റർ ഒന്ന് റെഡിയാക്കി എടുക്കാം. അതിനായി ഒരു ബൗളിലേക്ക് ഞാനിപ്പോൾ 1.25 കപ്പോളം മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിൻ്റെ കൂടെ 1/4 കപ്പിനടുത്തായിട്ട് ഗോതമ്പ് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടിയിലെ പ്രശ്നമില്ല, അരിപ്പൊടിയിലും മതി. പക്ഷേ ഇതിൻ്റെ പകുതി അളവിൽ അരിപ്പൊടി എടുക്കാൻ പാടുള്ളൂ. ഇനി 5.5 ടേബിൾ സ്പൂൺ ഷുഗർ ചേർത്ത് കൊടുക്കാം. മധുരം കൂടുതൽ ആവശ്യമുള്ളവർ 1/2 ടേബിൾ സ്പൂൺ കൂടി കൂടുതൽ ചേർത്ത് കൊടുത്താൽ മതിയാവും. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നന്നായി മിക്സ് ചെയ്ത് ഒരു കട്ടിയുള്ള കൂട്ടുണ്ടാക്കിയെടുക്കാം. വെള്ളം നന്നായിട്ട് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ച് തിക്കായിട്ടുള്ളൊരു കൂട്ടുണ്ടാക്കാം. കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് കൊടുക്കാം. കൂട്ട് റെഡിയാണ്. ഈ ഒരു തിക്ക് ഫോമിൽ തന്നെ കിട്ടണം, നല്ല പഴംപൊരി നന്നാകുകയുള്ളൂ. ഇനി ഇതിലേക്ക് ഇതിൻ്റെ മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് ബേക്കിംഗ് സോഡ, അതായത് അപ്പക്കാരം ചേർത്ത് കൊടുക്കാം. അപ്പക്കാരം കൂടാൻ പാടില്ല, ഈ ഒരളവിലേ പാടുള്ളൂ. ഇനി 1/4 ടീസ്പൂൺ കരിഞ്ജീരകം ചേർക്കാം. 4-5 ഏലക്ക പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. നന്നായി മിക്സ് ആയിട്ടുണ്ട്, കൂട്ട് റെഡിയാണ്. ഇനി ഇതിൽ പഴം മുക്കി നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. ഓയിൽ നന്നായി ചൂടായിട്ടുണ്ട്, നമുക്കിതിലേക്കിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പോൾ ഫസ്റ്റിൽ ഞാൻ 4 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്, നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ മുഴുവനായി ഞാൻ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. രണ്ട് ഭാഗം നന്നായി ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റാം. ഇതേപോലെ ഓയിൽ നന്നായി മാറ്റിയ ശേഷം പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കുക. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഒന്ന് പൊരിച്ചെടുക്കാം. ഞാൻ 2 ഇട്ട് കൊടുക്കുന്നു കേട്ടോ. ഇതും കൂടെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം.
ഇതിപ്പോൾ 2 ഭാഗം ഫ്രൈ ആയിട്ടുണ്ട്. ഇതും കൂടി പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇത്രയുള്ളൂ, സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പഴംപൊരി നമുക്ക് വീട്ടിൽ തന്നെ 5 മിനിറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാം. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം അടുത്ത റെസിപ്പിയിൽ കാണുന്നവരെ ബൈ. താങ്ക് യു.